ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ കൂടെ വീടുകളിൽ പര്യടനം നടത്തുന്നവർക്കിടയിൽ പ്രവർത്തകൻ വീട്ടമ്മയെ കയറിപ്പിടിച്ചു. മംഗലപുരം പഞ്ചായത്തിലെ ഇടവിളാകം വാർഡ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ പര്യടനവുമായി ബന്ധപ്പെട്ട് വോട്ട് ചോദിച്ച് മടങ്ങുന്നതിനിടയിലാണ് ബി.ജെ.പി. പ്രവർത്തകൻ രാജു വീട്ടമ്മയെ കയറിപ്പിടിച്ചത്. ഇന്നലെ വൈകിട്ട് സ്ഥാനാർത്ഥി ഉൾപ്പെടെ എത്തി വോട്ട് ചോദിച്ച് മടങ്ങുമ്പോഴാണ് രാജു വീട്ടമ്മയോട് കുടിക്കാൻ വെള്ളം ചോദിച്ചത്. വെള്ളമെടുക്കാൻ അകത്തേക്ക് പോയ സമയം രാജു പിന്നാലെ പോയി വീട്ടമ്മയെ കയറിപ്പിടിക്കുകയായിരുന്നു. വിവരങ്ങളുമായി സുലേഖ, എന്തൊക്കെയാണ് ബി.ജെ.പി. പ്രവർത്തകന്റെ ഇത്തരത്തിലുള്ള അതിക്രമം? ജിംഷാദ്, വോട്ട് അഭ്യർത്ഥിച്ചു പോയ സമയത്താണ് ഇത്തരത്തിൽ വീട്ടമ്മയെ കയറിപ്പിടിച്ചതായിട്ടുള്ള പരാതി വന്നിട്ടുള്ളത്. മംഗലപുരം പഞ്ചായത്തിലെ ഇടവിളാകം വാർഡ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ പര്യടനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വോട്ട് ചോദിച്ച് ഈ വീട്ടിൽ നിന്ന് മടങ്ങുന്നതിനിടെയാണ് ബി.ജെ.പി. പ്രവർത്തകൻ രാജു എന്ന് പറയുന്ന ബി.ജെ.പി. പ്രവർത്തകൻ വീട്ടമ്മയെ കയറിപ്പിടിച്ചതായിട്ടുള്ള പരാതി വന്നിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് 3:30 ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി പര്യടനം നടത്തുന്നത്. ഇത്തരത്തിൽ വോട്ട് ചോദിച്ച് മടങ്ങുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വോട്ട് ചോദിച്ച് മടങ്ങുമ്പോൾ ഈ വീട്ടമ്മയോട് കുടിക്കാൻ വെള്ളം ചോദിക്കുന്നു. വെള്ളമെടുക്കാൻ അകത്തേക്ക് പോയ വീട്ടമ്മയ്ക്ക് പിന്നാലെ രാജു പോവുകയും കയറി ആയിരുന്നു എന്നതാണ് വീട്ടമ്മയുടെ പരാതി. ഈ വീട്ടമ്മ നിലവിളിച്ചപ്പോൾ ഈ രാജു എന്ന് പറയുന്ന ബി.ജെ.പി. പ്രവർത്തകൻ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് മംഗലപുരം പോലീസിൽ ഈ വീട്ടമ്മ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മംഗലപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഇപ്പോൾ എന്തായാലും രാജു ഒളിവിലാണ് ഉള്ളത്. ഇയാൾക്കെതിരെ, രാജുവിനെതിരെയുള്ള അന്വേഷണം അത് പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തുകയാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം. സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ ബി.ജെ.പിയുടെ വാർഡ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളുടെ പര്യടനത്തിനിടെയാണ് ഇത്തരത്തിൽ വീട്ടമ്മയെ കയറിപ്പിടിച്ചതായിട്ടുള്ള പരാതി ബി.ജെ.പി. പ്രവർത്തകനെതിരെ ഉയർന്നിട്ടുള്ളത്. തീർച്ചയായും സുലേഖയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.